മലയാളത്തിലെ ദിനപത്രങ്ങളിൽ കൃത്യമായി അവരുടെ നിലപാടുകളും അതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങളും ഏറ്റെടുത്തുകൊണ്ട് സുപ്രഭാതം പത്രം മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ. മറ്റു ദിനപത്രങ്ങളൊന്നും ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പയിനുമായി പരസ്യമായി തെരുവീതികളിൽ ഇറങ്ങിയിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നമ്മുടെ സമൂഹത്തിൽ ലഹരിയുടെ ഉപയോഗം അത് ഏറ്റവും അതിൻ്റെ എല്ലാ പരിമിതികളും സീമകളും കടന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇതിന് ആരാണ് ഉത്തരവാദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിലെ ഓരോ വ്യക്തിക്കും ഇതിൽ അറിഞ്ഞോ അറിയാതെയോ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളുടെ വിദ്യാഭ്യാസ രീതിയും നമ്മുടെ സാമൂഹ്യ ഘടനയൊക്കെ ആ തരത്തിലുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്നെ അവസാനം സൂചിപ്പിച്ചത് രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രീതിയിലാണ്. എൻ്റെയൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുമ്പോൾ നാട്ടിലെ നേതാക്കന്മാർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുപ്പക്കാർ പറയാറ് ഹെൽമറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരുന്നത്, മദ്യപിച്ച് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഫൈനില്ലാതെ ഇറക്കിക്കൊണ്ടുവരുന്നവർ. ഇത്തരത്തിലുള്ള ആളുകളാണ് സമൂഹത്തിൽ സ്വാധീനമുള്ള നേതാക്കന്മാരായി കാണുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഓരോ രാഷ്ട്രീയ പ്രവർത്തകനും, അത് ഇന്ന രാഷ്ട്രീയമൊന്നുമില്ല, അവരോരോരുത്തരും ഇത്തരം കേസുകൾ ഞങ്ങൾ ഇടപെടില്ല. അത് എൻ്റെ സഹോദരനായാലും എൻ്റെ പാർട്ടിക്കാരനായാലും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നിന്ന് വന്ന വളരെ മനോഹരമായ ഒരു വാർത്തയുണ്ടായിരുന്നു. സ്വന്തം മകനെ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിഞ്ഞപ്പോ പോലീസിനെ വിളിച്ചു പറഞ്ഞ് അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി അദ്ദേഹത്തെ അത് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന തരത്തിലേക്ക് ആ രക്ഷിതാവ് മാറി എന്നുള്ളതാണ്. അപ്പൊ ആ തരത്തിലേക്ക് നമ്മുടെ സമൂഹം മാറിയിട്ടില്ലെങ്കിൽ ഒരു സംശയം വേണ്ട, നമുക്ക് ഇതിനെ പ്രതിരോധിക്കാൻ പോലീസിന്റെ ആ സംവിധാനമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴും അവർക്കും മനുഷ്യത്വപരമായ അല്ലെങ്കിൽ മാനുഷികമായിട്ടുള്ള ചില പരിമിതികളുണ്ട്. ആ പരിമിതികളെ മറികടക്കണമെങ്കിൽ സമൂഹം ഒറ്റക്കെട്ടായി ഇതിന്റെ കൂടെ നിൽക്കണം. എപ്പോഴാണ് ഇത് ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത്, അല്ലെങ്കിൽ ഇത്ര വളരെയധികം മലയാളി ഇതിനെ ചർച്ചക്ക് തുടക്കം കുറിച്ചത്? പ്രിയപ്പെട്ട നാസർക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ വീടുകളിൽ വന്ന് ഈ സാധനം, ഈ ലഹരി വിളയാട്ടം തുടങ്ങിയപ്പോഴാണ് നമുക്ക് മനസ്സിലേക്ക് ഇത് പ്രതിരോധിക്കേണ്ടതാണ് എന്നൊരു തോന്നലുണ്ടായത്. അതില് ഭരണകൂടത്തിനും ഒരു പരിധിവരെ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇത് നിരോധിച്ചില്ലെങ്കിൽ പോലും ഇതിന്റെ വിൽപ്പനയും അതോടൊപ്പം തന്നെ ഇതിന് ലഭ്യതയും കുറയ്ക്കേണ്ടതുണ്ട്. അല്ലാതെ നിയമത്തിന്റെയും അതോടൊപ്പം തന്നെ മറ്റുള്ള മുദ്രാവാക്യങ്ങളും വരുമാനത്തിന്റെ ഒക്കെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു സമൂഹത്തെ തകർത്തുകൊണ്ടല്ല വരുമാനം ഉണ്ടാക്കേണ്ടത്. ആ തരത്തിലേക്ക് നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകന്മാർ ചിന്തിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ സമൂഹം വല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മൾ ഒരു കാലത്ത് മദ്യത്തിനെതിരെയാണ് നമ്മൾ സംസാരിച്ചത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന കഞ്ചാവിനെ കുറിച്ചും MDMA കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കേന്ദ്ര സർക്കാർ കഞ്ചാവ് തന്നെ അത് ലഹരി പദാർത്ഥമല്ല, അത് ഉപയോഗിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല എന്നൊരു നിയമനിർമ്മാണം നടത്താൻ പോവുകയാണ്. അപ്പൊ ആ തരത്തിലേക്ക് ഒരു കാലത്ത് മദ്യം നിരോധിച്ചപ്പോ നമ്മൾ പറഞ്ഞു അത് പറ്റില്ല എന്ന് പറഞ്ഞു. ഇപ്പോ കഞ്ചാവാണ് പോലീസുകാരെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രയാസകരമായ സംഭവം. അതും എടുത്തു കളയാൻ പോവാണ്. അത് തന്നെ നമുക്കറിയാം, ഇത്ര കിലോ അല്ലെങ്കിൽ ഇത്ര ഗ്രാം പിടിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ജാമ്യമില്ലാത്ത വകുപ്പ് എടുത്ത് കേസ് എടുക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ അവൻ വളരെ സുഖസുന്ദരമായി ജാമ്യം എടുത്ത് പുറത്തേക്ക് വരുന്നൊരവസ്ഥയാണ് നിലവിലുള്ളത്. അപ്പൊ ആ തലത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എവിടെയാണ് നമ്മുടെ സമൂഹം പോകുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യം തിരിച്ചറിയണം. നമ്മൾ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ആര് കൂട്ടുനിന്നാലും അതിന്റെ കൂടെ ഞങ്ങളില്ല എന്നുള്ള പ്രഖ്യാപനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം. നമ്മളിപ്പം കൊലപാതകങ്ങളെ കുറിച്ച് മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ.
ഞാൻ ഒരു ജനപ്രതി എന്ന രീതിയിൽ എനിക്ക് കഴിഞ്ഞ ഒരു 3 മാസം മുമ്പേ എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. ഒരു വളരെ സാധാരണക്കാരായ ഒരു കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന കുട്ടിയുടെ അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മക്ക് ഈ പയ്യന് പിതാവില്ലാതെയാണ് ഈ അമ്മ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ കൂടിയാണ് ഈ കുട്ടിയെ വളർത്തി ഈ കുട്ടി 18 വയസ്സ് തികഞ്ഞു. അദ്ദേഹം ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം കൊടുക്കാവുന്ന എല്ലാ സൗകര്യങ്ങളും ഈ കുട്ടിക്ക് കൊടുക്കുകയും അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ ആ അമ്മ എക്സൈസ് ഓഫീസറെയും അതേപോലെ തന്നെ ഞങ്ങളെയൊക്കെ വിളിച്ച് കരഞ്ഞുകൊണ്ട് പറയുന്നത്, ഈ മോനെ സഹിക്കാനാവാത്തതുകൊണ്ട് ഞാനിപ്പോ രാത്രി അവൻ വരുന്ന സമയത്ത് വാതില് കുറ്റിയിട്ടിട്ടാണ് ഇപ്പൊ കിടന്നുറങ്ങാറ് എന്നാണ്. അപ്പൊ ഞങ്ങൾ വീണ്ടും ചോദിച്ചപ്പോൾ പറയുന്നത്, അവന്റെ ഓരോ നോട്ടവും എന്റെ സാരി ഒന്ന് മാറുമ്പോ അവൻ നോക്കുന്ന നോട്ടം അതെന്നെ അവൻ കീഴ്പ്പെടുത്തുമോ എന്ന് ഭയപ്പെട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അവൻ മാരകമായ MDMന് അടിമയായ കുട്ടിയാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ അമ്മ ആര്, സഹോദരി ആര് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. നമ്മൾ കൊലപാതകങ്ങൾ നടക്കുമ്പോൾ മാത്രമാണ് നമ്മളിത് പുറത്തറിയുന്നത്. അല്ലാതെ ഒരുപാട് കുടുംബിനികൾ, ഒരുപാട് വിധവകൾ, ഒരുപാട് ഇങ്ങനെയുള്ള അമ്മമാർ നമ്മുടെ നാട്ടിൻ പ്രദേശത്തുണ്ട് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ സ്കൂളുകളിൽ നടക്കുന്ന പല വിഷയങ്ങളിലും നമ്മൾ എപ്പോഴും പറയുന്നത്, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഒതുക്കി തീർക്കുക എന്നുള്ളൊരു പരിപാടിയുണ്ട്. അതിന് നമ്മൾ വളരെ സുഖസുന്ദരമായ ഒരു പേര് ഇട്ടിട്ടുണ്ട്, സ്കൂളിലെ സൽപ്പേരിനെ ബാധിക്കും. ഈ സൽപ്പേര് നമ്മൾ ഇങ്ങനെ കാത്തു സൂക്ഷിച്ച് എവിടം വരെ എത്തി എന്നുള്ളത് കൂടി നിങ്ങൾ നോക്കണം. ഒരു കോളേജിൽ കോമ്പസ് വെച്ചുകൊണ്ട് ആ ഒരു കുട്ടിയുടെ ശരീരം മുഴുവൻ കീറി വലിച്ച് അതിൽ ലോഷൻ ഒഴിച്ച് അതിൽ ആനന്ദിക്കുന്ന കുട്ടികളായി നമ്മുടെ കുട്ടികൾ മാറുന്നു. ഈ കുട്ടികളൊക്കെ A+ നേടി വന്ന കുട്ടികളാണ്. നമുക്കറിയാം, വെറ്റിനറി സർവകലാശാല സിദ്ധാർത്ഥ് എന്ന് പറയുന്ന കുട്ടി മരണപ്പെട്ടപ്പോ ഈ പറയുന്ന 300-400 കുട്ടികൾ A+ വാങ്ങി നല്ല മാർക്കോടുകൂടി അവിടെ വന്ന് പഠിച്ച കുട്ടികളാണ്. അതിലൊരു കുട്ടി പോലും കൊലപാതക കേസിൽ സാക്ഷി പറയാനില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസം എങ്ങോട്ട് പോകുന്നു എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. നമ്മളെ കുട്ടികളെ നമ്മൾ എന്തിനാണ്, നമ്മൾ പൊതുവേദികളിൽ എവിടെയും നമ്മളെ കുട്ടികളെ കാണുന്നില്ല. പ്രിയപ്പെട്ട സോമൻ കടലൂരിന്റെ കവിതയിൽ പറയുന്ന പോലെ മരണ വീടുകളിൽ യുവാക്കളില്ല, അതോടൊപ്പം തന്നെ തെരുവീതികളിൽ യുവാക്കളില്ല, രാഷ്ട്രീയത്തിൽ യുവാക്കളില്ല, എവിടെയും രാഷ്ട്രീയ യുവാക്കളില്ല. ഈ യുവാക്കൾ എവിടെയാണ് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ തരത്തിലേക്ക് നമ്മുടെ സമൂഹം മാറുന്നുണ്ടെങ്കിൽ അതിന്റെ ഒന്നാമത്തെ ഉത്തരവാദി രക്ഷിതാക്കളാണ്. അവരെ നമ്മുടെ പ്രദേശത്തുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് അവരെ നമ്മൾ ഇറക്കി വിടണം. അവർക്ക് സുഖസുഖങ്ങളും നമ്മൾ അറിയണം. അല്ലാതെ വെറും സന്തോഷത്തിൽ നിറഞ്ഞ ജീവിതം മാത്രമാണ് ജീവിതം എന്ന തരത്തിലേക്ക് കുട്ടികളെ പഠിപ്പിച്ചാൽ, ഞാൻ ഒന്ന് കടന്നു പറയുകയാണ്, ഇനി എന്റെ കാര്യം തന്നെ പറയാം. എന്റെ കുട്ടിയെ ഞാൻ അങ്ങനെ വളർത്തി കഴിഞ്ഞാൽ ഒന്നില്ല ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അവന് റീത്ത് വെക്കേണ്ടി വരും, അല്ലെങ്കിൽ അവൻ എന്നെ കുത്തിക്കൊല്ലും. ആ അവസ്ഥയിലേക്കാണ് നമ്മുടെ സമൂഹം പോകുന്നത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഇത് ഈ 15 വയസ്സിന്റെയും 21 വയസ്സിന്റെയും ഇടയിലെ കുട്ടികൾ, അതിൽ 100 കുട്ടികൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 25 പേരും ഈ ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നവരാണ് എന്നുള്ള പഠനമാണ് വരുന്നത്. അപ്പോ ഞാൻ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ കടപ്പുറത്തിന്റെ പല പ്രദേശത്തും ഇതിനെ നമ്മളെ ഇവിടെ ചിരിച്ചുകൊണ്ട് ഈ പറയുന്ന ലോബി മയക്കുമരുന്ന് വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഈ സമയത്ത്, ഈ നിൽക്കുന്ന സമയത്ത് പോലും അവര് നിങ്ങളൊക്കെ പൊട്ടന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെയൊക്കെ ആ തരത്തിലേക്ക് വഞ്ചിച്ചുകൊണ്ട് അത് വാങ്ങുന്നവരും അതോടൊപ്പം തന്നെ അത് ഉപയോഗിക്കുന്ന യുവാക്കളും നമ്മളിടയിൽ തന്നെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ആ തരത്തിലേക്ക് നമ്മളെ കുട്ടികളെയും അതേപോലെ പൊതുസമൂഹത്തെ നമുക്ക് കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ വിപത്തിനെ പൂർണ്ണമായും മാറ്റാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തെ, അവരെ ഏത് പാർട്ടിയായാലും, എന്റെ പാർട്ടിയായാലും മറ്റുള്ളവന്റെ പാർട്ടിയായാലും, അവരെ സാമൂഹ്യമായ ബഹിഷ്കരണം നടത്തിക്കൊണ്ട്, അത്തരത്തിലുള്ള അധ്യാപകരായാലും ഏത് മേഖലയിലുള്ളവരായാലും അവരെ ബഹിഷ്കരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കൂ എന്നുള്ളത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇത്ര മനോഹരമായ രീതിയിൽ പ്രവർത്തനം നടത്തുകയും അതിനുവേണ്ടി ക്യാമ്പയിൻ നടത്തുകയും ചെയ്യുന്ന സുപ്രഭാതം പത്രത്തിന് ഇനിയും അതേപോലെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി നടത്തിയ മുഴുവൻ ആളുകൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ